ഇന്നിവിടെ കൂടിയിരിക്കുന്നത്. നിലമ്പൂർ ബൈപ്പാസ് ഇതുവരെ യാഥാർത്ഥ്യമാക്കിയിട്ടില്ല. അതുകൊണ്ട് ഇവിടെ കൂടിയ എല്ലാവരും നിരാഹാര സമരത്തിനായി ഈ PWD ഓഫീസിൻ്റെ മുന്നിൽ കൂടിയിരിക്കുകയാണ്. ഞങ്ങൾ 31 വർഷക്കാലമായിട്ട് ഞങ്ങൾക്ക് നിലമ്പൂരിൽ നിന്നോ നമ്മുടെ ഈ വികസന പാർട്ടിയോ എവിടെ ചെന്നാലും നമ്മളുടെ ബൈപ്പാസിന് ഏത് ഓഫീസിൻ്റെ മുന്നിൽ ചെന്നാലും നമുക്കിതിനെ പറ്റി ഒരു ഇതും കിട്ടിയിട്ടില്ല, ആനുകൂല്യങ്ങളും കിട്ടിയിട്ടില്ല. 31 വർഷക്കാലമായിട്ട് നമ്മൾ നരകയാതനയാണ് അനുഭവിച്ചു വരുന്നത്. കയറിയിറങ്ങാത്ത ഒരു ഓഫീസുകളും ഇന്ന് ഞങ്ങൾ ഇല്ല. PWD ഓഫീസായിട്ടും കലക്ട്രേറ്റിലായിട്ടും റവന്യൂ ഓഫീസുകളിലായിട്ടും മുഖ്യമന്ത്രിയുടെ അടുത്തും ധനകാര്യമന്ത്രിയുടെ അടുത്തും അങ്ങനെ പല പല ഓഫീസുകളിലും ഉദ്യോഗസ്ഥരുടെ അടുത്തും ഞങ്ങൾ ചെന്ന് പറഞ്ഞു. എന്നിട്ടും ഞങ്ങൾക്ക് ഇതുവരെ ഒരു ആനുകൂല്യങ്ങളും ലഭിച്ചിട്ടില്ല. ഞങ്ങളുടെ അവസ്ഥ ഭയങ്കര മോശം എന്ന് തന്നെ പറയാം. ഒരു ഭൂമി വിൽക്കുവാനോ അതിലെ അനുഭവങ്ങൾ നമുക്ക് അനുഭവിക്കുവാനോ ഒന്നും കഴിയാത്ത അവസ്ഥയാണ്. ഇടിഞ്ഞു വീഴാറായ വീടുകളും അതിലും ഈ പിഞ്ചു മക്കളെയും വൃദ്ധരെയും രോഗികളെയും കൊണ്ടുനിന്നാണ് നമ്മളിന്ന് ജീവിച്ചു പോകുന്നത്. അതിനൊരു പരിഹാരം എന്ന പോലെ ഞങ്ങളുടെ ഈ നിരാഹാര സമരം 3 ദിവസം കൊണ്ട് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് 3 ദിവസം കൊണ്ട് ഞങ്ങൾക്കിതിന് സാധിക്കുകയില്ല എങ്കിൽ മരണം വരെ ഞങ്ങൾ ഇതുകൊണ്ട് ഈ നിരാഹാരം കൊണ്ട് മുന്നോട്ട് പോകുമെന്ന് തന്നെ ഞങ്ങൾ പറയുന്നത്. ഇനി ഇതിൻ്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് ഉമ്മർ സാഹിബിനെ ക്ഷണിച്ചു കൊള്ളുന്നു. സഹപ്രവർത്തകരെ, പ്രിയപ്പെട്ട നാട്ടുകാരെ, എല്ലാവർക്കും നല്ല ദിനം ആശംസിക്കുന്നു. നല്ല ദിനം എന്ന് പറയുന്നത് നമ്മുടെ ഈ സമരം കൊണ്ട് നമുക്ക് എല്ലാവിധ ഗുണവും ഉണ്ടാവണം, അതിനെ പറ്റിയ ഒരു തുടക്കമാണ്, അവസാനവും ഇതിൽ ആയിരിക്കണം എന്നുള്ളത് കൊണ്ടാണ് നല്ല ദിനം എന്ന് പ്രത്യേകം പറയുന്നത്. യഥാർത്ഥത്തിൽ ഈ പരിപാടിയുടെ അധ്യക്ഷ സ്ഥാനം അലങ്കരിക്കേണ്ടിയിരുന്നത് നിലമ്പൂർ വികസന സമിതിയുടെ പ്രസിഡൻ്റായിരിക്കുന്ന ഡോക്ടർ KP രാജേന്ദ്രൻ അവരാണ്. അദ്ദേഹം ഒരു 2 ബൈപ്പാസ് സർജറി കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് വരാനും ഇതുപോലുള്ളതായ ക്രൗഡ് ഇനി അഭിമുഖീകരിക്കാനും ഈ ശബ്ദശബ്ദം അനുഭവിക്കാനും ഒക്കെ ബുദ്ധിമുട്ട് ഉണ്ട് എന്ന് നമ്മളെക്കാൾ കൂടുതൽ അവർ ഡോക്ടർമാർ മനസ്സിലാക്കുന്നത് കൊണ്ട് അദ്ദേഹത്തിന് വരാൻ കഴിയില്ല എന്ന് വളരെ വ്യക്തമായി പറഞ്ഞതുകൊണ്ടാണ് ഈ അധ്യക്ഷ സ്ഥാനത്തേക്ക് ഞാനിവിടെ നിങ്ങളുടെ മുമ്പാകെ നിൽക്കുന്നത്. ലോകത്തിലെ മനുഷ്യൻ നട്ടുവളർത്തിയ ഏറ്റവും വലിയ തേക്കിൻ തോട്ടം എവിടെയാണുള്ളത് എന്ന് ചോദിച്ചാൽ നമ്മളെല്ലാവരും പറയുക അത് നിലമ്പൂരാണ്.